ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഐ ആം സുജിത ശിവദാസ്. ഇത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് സൈൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഫെർഡിനാൻഡ് ഡി സോസറയുടെ നാച്ചർ ഓഫ് ലിംഗ്വിസ്റ്റിക് സൈൻ എന്നുള്ള ക്രിട്ടിക്കൽ വർക്കിലാണ് ഇദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ, സോസറയുടെ അഭിപ്രായത്തിൽ, ലാംഗ്വേജ് എന്നുള്ളത് ഒരു കൂട്ടം സൈനാണ്. അപ്പോൾ ഈ ഒരു സൈൻ എന്നുള്ളതിനെ തന്നെ അദ്ദേഹം രണ്ടായി തിരിച്ചിട്ടുണ്ട്, രണ്ട് ടേമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് സിഗ്നിഫയറും സിഗ്നിഫൈഡും. എന്താണ് ഈ സൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വെറും ഈ ഒരു ലാംഗ്വേജിലുള്ള സൈന് മാത്രമാണോ? ഒരുപാട് സൈൻസ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്നുണ്ട്. സൈൻ എന്ന് പറയുമ്പോൾ സിംബൽസ്, അതും സൈനായിട്ട് പറയാം. അപ്പോൾ അതിൽ കാണുന്ന മാത്സിൽ ഒരുപാട് 1, 2, 3, 4 പ്ലസ്, മൈനസ്, അതുപോലെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓറൽ ലാംഗ്വേജ് ആയിരിക്കും, അപ്പോഴും അതിലും ഒരുപാട് സൈൻസ് വരുന്നുണ്ട്. അപ്പോൾ വെറും ഈ ABCD അല്ലെങ്കിൽ IO മാത്രമല്ല സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർഡുകൾ മാത്രമല്ല സൈൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന, ഇപ്പോൾ ഈ ഞാൻ പറയുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന അതിനെയാണ് എന്ത് പറയുന്നത്, സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈൻ എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു ഏറ്റവും ചെറിയ ഘടകം, ഇതിനെ വീണ്ടും രണ്ടാക്കി തിരിച്ചിരിക്കുകയാണ്. നമ്മളിലേക്ക് ഈ സൈൻ എത്തുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് നമ്മളിലേക്ക് എത്തുന്നത് എന്നാണ് അദ്ദേഹം സിഗ്നിഫയറും സിഗ്നിഫൈഡിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിൽ സിഗ്നിഫയർ എന്ന് പറയുമ്പോൾ ദ ഫിസിക്കൽ ഫോം, ലെറ്റേഴ്സ് ആവാം, ഐക്കൺ ആവാം, സൗണ്ട് ആവാം. ഈ സിഗ്നിഫയർ എന്ന് പറയുന്നത് ദ തോട്ട് ഗിവൺ ഇമേജ് അല്ലെങ്കിൽ തോട്ട് ഗിവൺ സൗണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിഗ്നിഫയർ എന്ന് പറയുന്നത്. നാം പറയുന്നൊരു വാക്ക്, ഇപ്പം ഞാൻ പറയുകയാണ് ബോട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ ആ ബോട്ടിൽ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ബോട്ടിൽ എന്നുള്ള പദമാണ് ഈ പറയുന്ന സിഗ്നിഫയർ. ആ പദം മാത്രം, അതിനെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ മെൻ്റൽ കോൺസെപ്റ്റോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. വെറും ആ ഫിസിക്കൽ ഫോമിനെ മാത്രമാണ് സിഗ്നിഫയർ എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് സിഗ്നിഫൈഡ്. സിഗ്നിഫൈഡ് എന്നുള്ളത് ദ മെൻ്റൽ കോൺസെപ്റ്റ്. ഒരു പദം നമ്മൾ ഏത് ടേമാണോ കേൾക്കുന്നത്, കാണുന്നത്, അറിയുന്നത്, ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഇമേജിനെയാണ് സിഗ്നിഫൈഡ്. നമ്മുടെ മനസ്സ് നമ്മൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിനെയാണ് സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. നമ്മൾ സിഗ്നിഫയറിനായിട്ട് ഉപയോഗിച്ചത് ബോട്ടിൽ എന്നുള്ള വാക്കാണ്. BOTTLE, ബോട്ടിൽ. ആ ഒരു വാക്കിൻ്റെ സിഗ്നിഫൈഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലായിരിക്കും അത് സിഗ്നിഫൈ ചെയ്യാം. ഒരാളുടെ മനസ്സിൽ വാട്ടർ ബോട്ടിലാണെങ്കിൽ വേറൊരാളുടെ മനസ്സിൽ അത് മിൽക്ക് ബോട്ടിലായിരിക്കും, വേറൊരാളുടെ മനസ്സിൽ അത് ദഹിയുടെ ബോട്ടിലായിരിക്കും, വേറൊരാളുടെ മനസ്സിൽ വേറെ പല ബോട്ടിൽസും ആയിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന സിഗ്നിഫയറും സിഗ്നിഫൈഡും. അപ്പോൾ ഈ സിഗ്നിഫയറും സിഗ്നിഫൈഡും ചേർന്നാൽ മാത്രമേ ഒരു സൈൻ രൂപപ്പെടുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സിലെ നമ്പേഴ്സ് എടുക്കാം. ഇപ്പോൾ നമ്പേഴ്സ് 2 എന്നുള്ള നമ്പർ കേൾക്കുമ്പോൾ 2 എന്നുള്ള എഴുതിയ ആ ഒരു ഫോമിനെ നമ്മൾ സിഗ്നിഫയർ എന്ന് പറയുന്നു. സിഗ്നിഫൈഡ് എന്ന് പറയുമ്പോൾ ചിലവർ അത് 1 + 1 2 എന്നുള്ളത് വിചാരിക്കും, വേറെ പലരും 1 2 3 4 ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ. സോ ഈ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.